നമസ്കാരം. രാത്രിയാണ്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ 2 പൂക്കൾ ഇന്ന് വിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇവിടെ കാണാം, ഒന്ന് ഇവിടെ കാണാം. അപ്പോൾ ഈ പൂക്കൾ സാധാരണയായിട്ട് രാത്രി കാലങ്ങളിലാണ് വിരിയുക. അപ്പം രാത്രി കാലങ്ങളിൽ ഇങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് അടുത്ത ദിവസം നാളെ രാവിലെയൊക്കെ ആകുമ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പൂ ചുരുണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഒരു ദിവസമേ നിൽക്കുള്ളൂ. അത്യാവശ്യം നല്ല നമ്മുടെ നിശാഗന്ധിയൊക്കെ പോലെ നല്ല സുഗന്ധമുണ്ട് ഇതിൽ. അപ്പോൾ ഈ സുഗന്ധം രാത്രി വിരിയുന്ന പൂക്കൾക്ക് സുഗന്ധം ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് നാച്ചുറൽ ആയിട്ടുള്ള പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഇങ്ങനെ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ പോളിനേറ്റേഴ്സ് അട്രാക്റ്റഡ് ആയി വെള്ള ഫ്ലവറും കൂടിയാണ്. അപ്പം കൂടാതെ ഇതിൻ്റെ ആ ഒരു നൊക്ടേണൽ ഫ്രാഗ്രൻസ് ഇത് രണ്ടും നാച്ചുറൽ പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യും. അങ്ങനെ പോളിനേറ്റേഴ്സ് ആണ് നോർമലി ഇത് പോളിനേറ്റ് ചെയ്യുക, നൊക്ടേണൽ ആയിട്ടുള്ള പോളിനേറ്റേഴ്സ്. അപ്പം ചില കേസിൽ ഇനിയിപ്പം ഇപ്പോൾ ഇവിടെ ഇതുവരെ ആയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ, ഇതുവരെയും പോളിനേറ്റേഴ്സ് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് എങ്ങനെ പോളിനേറ്റ് ചെയ്യാം, ഈ ഫ്ലവറിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിത്തായ അഥവാ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിന്റെ പൂവിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഈ കാണുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഇതൊരു ഹെർമാഫ്രോഡൈറ്റിക് ആണ്. അതായത് കേസരങ്ങളും അണ്ടാശയവും ഒറ്റ പൂവിൽ തന്നെ കാണുന്ന ഒരു കണ്ടീഷനാണ്. ഏറ്റവും പുറമേ കാണുന്ന ആ വെള്ള ഭാഗം അതാണ് അതിന്റെ ദളങ്ങൾ എന്ന് പറയാം. ദളങ്ങൾ അല്ലെങ്കിൽ പെറ്റൽസ് എന്ന് പറയും. പിന്നെ അതിന്റെ അടിയിലായിട്ട് കാണുന്ന ആ പച്ച നിറത്തിൽ കാണുന്നതാണ് ബാഹ്യദളങ്ങൾ എന്ന് പറയാം. ഇതിന്റെ ഉള്ളിലായിട്ട് ആ ഒരു ക്രീമി കളറിലുള്ള അതാണ് അതിന്റെ ആൺ ഭാഗം, അതായത് സ്റ്റേമൻ എന്ന് പറയുന്ന കേസരം എന്ന് പറയുന്ന ഭാഗങ്ങൾ ഒരുപാടെണ്ണം ഉണ്ട്. ഒരു ഫ്ലവറിൽ ഏതാണ്ട് ഒരു 1000-ലധികം ഇതേപോലുള്ള സ്റ്റേമൻ ഉണ്ട്. ആ സ്റ്റേമനിലാണ് പൂമ്പൊടി ഉണ്ടാകുക. ഇതിന്റെ മധ്യത്തിലായിട്ട് കാണുന്ന ആ ഒരു സ്ട്രക്ചറാണ്, നീണ്ടു നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിന്റെ അണ്ടാശയം എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ്. ഏറ്റവും പുറമേ കാണുന്ന ഈ സ്റ്റാർ പോലുള്ള ഏരിയയാണ് സ്റ്റിഗ്മ എന്ന് പറയാം. പിന്നെ അതിന്റെ സെൻട്രലിലുള്ള ആ ട്യൂബിനെയാണ് സ്റ്റൈൽ എന്ന് പറയാം. ഏറ്റവും അടിഭാഗം അതിനെയാണ് ഓവറി എന്ന് പറയാം. ആ ഓവറിയാണ് പിന്നീട് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഈ കാണുന്നതാണ് ആന്തർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് ഈ കാണുന്ന ഈ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഇതാണ് പോളൻ ഗ്രെയിൻസ് എന്ന് പറയാം, അതായത് പൂമ്പൊടികൾ. അപ്പൊ ഇത് സാധാരണയായിട്ട് ഈ പൂമ്പൊടികൾ ഈ ഓവറിയുടെ പാർട്ടിലേക്ക് നമ്മൾ ഈ സ്റ്റിഗ്മ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് സാധാരണ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പോളിനേഷൻ അങ്ങനെയാണ് നടത്തുക. നോർമലി ഇതൊരു നൊക്ടേണൽ പ്ലാന്റ് ആണ്. അതായത് ഒറ്റ നൈറ്റ് മാത്രമേ ഇത് ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പം തൊട്ടടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് നല്ല വാടാൻ തുടങ്ങും. അപ്പൊ അതിനു മുമ്പ് സാധാരണ ഇതിന്റെ നോർമൽ പോളിനേഷൻ നടക്കുന്നത് നൊക്ടേണൽ ആയിട്ടുള്ള പോളിനേറ്റേഴ്സ് ഉണ്ട്. അതായത് നൊക്ടേണൽ പോളിനേറ്റേഴ്സ് ആയിട്ടുള്ള ഇൻസെക്റ്റുകൾ ഉണ്ട്, പ്രാണികൾ. അപ്പൊ ആ പ്രാണികളാണ് ഇതിന്റെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മെല്ലാണ് ഇതിന്. നല്ല നമ്മുടെ നിശാഗന്ധിയൊക്കെ പോലെ തന്നെ നമ്മുടെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മെല്ലുണ്ട്. ആ ഒരു സ്മെല്ല് നൈറ്റ് പോളിനേഴ്സ്, അതായത് നൊക്ടേണൽ പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യും. പ്രധാനമായിട്ട് ഇൻസെക്റ്റുകൾ. ആ ഇൻസെക്റ്റുകൾ വന്ന് ഇപ്പോൾ ഇതുവരെയായിട്ടും ഇതിപ്പം ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ, ഇൻസെക്റ്റുകൾ എത്തിയിട്ടില്ല. അപ്പം ഇനിയിപ്പം ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നോർമലായിട്ട് ഈ ഭാഗത്ത് ഇൻസെക്റ്റുകൾ ഉണ്ടാവും. പിന്നെ അങ്ങനെ ഇല്ലാത്ത കേസിൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഈ കാണുന്ന പൂമ്പൊടികൾ ജസ്റ്റ് ഒരു പേപ്പറിൽ കൊട്ടിയെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് നിക്ഷേപിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പോളിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി.